ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും വലിയൊരു ദിവസമാണ്. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. വേറൊന്നുമല്ല, നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് ആഗസ്റ്റ് 30 കേട്ടോ. അപ്പം വൈകുന്നേരം നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് ഇപ്പോഴ്, വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 3 വർഷത്തിന് ശേഷമാണ് ഞാനും അസാനും എല്ലാം കൂടി ഒരുമിച്ചൊരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ 3 വർഷം നമ്മൾ നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം നല്ല ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരും. അപ്പോൾ ആദ്യം നമ്മളിവിടെ ആഷിമ മാളിലാണ് വന്നത് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാളിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും താഴെ റിലയൻസ് മാർട്ടിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഭയങ്കര വിലയായത് കാരണം ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് സ്കിപ്പായി കേട്ടോ. നമ്മളിവിടെ ഭോപ്പാലിൽ ഫസ്റ്റ് ടൈം വരുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ വാങ്ങിയിട്ടില്ല. പക്ഷേ അന്നൊന്നും അത്ര വിലയില്ലായിരുന്നു, ഇപ്പോൾ ഒത്തിരി കൂടുതലാണേ. അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പിന്നെ മാളിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ അവിടെ കയറിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാതെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തതാണ്. അപ്പോൾ ഈ മേളിൽ വന്നിട്ട് താഴേന്ന് നമ്മൾ പോയ ഉടനെ അവിടെ കളിക്കാനായിട്ട് കുട്ടികളുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു അവിടെ ഒന്നും കയറണ്ടെന്ന് പറഞ്ഞ് മിന്നൂസിന് വേണ്ടിയിട്ട്. മിന്നൂസാണ് അതിന് വേണ്ടി വാശി പിടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒന്നും കയറണ്ടെന്ന് പറഞ്ഞ് ഏറ്റവും മേളിലോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണേ. അവിടെ ആണെങ്കിൽ എപ്പം നമ്മൾ ആഷിമ മാളിൽ വന്നു കഴിഞ്ഞാലും മിന്നൂസിന് കളിക്കുന്ന അതിലെല്ലാം കയറണം കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അച്ഛന് വീണ്ടും ഫോൺ വിളിച്ച് താഴേക്ക് വാ, മിന്നൂസിനെ അവിടെ നിന്ന് കുറച്ച് നേരം കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വിട്ടു. അങ്ങനെ 20 മിനിറ്റിന് 100 രൂപയാണ് കേട്ടോ. അവൾ മാക്സിമം അത്രയും സമയം നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ പിള്ളേരൊക്കെ അതിൻ്റെ അകത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മൂസിന് ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞ് കുറച്ച് ഐസ്ക്രീമൊക്കെ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ മിന്നൂസും ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവൾക്കും ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഏറ്റവും മേളിലേക്ക് വീണ്ടും വന്നു. അപ്പോൾ ഏറ്റവും മേളിലാണ് കേട്ടോ നമ്മുടെ ഈ സിനിപോളിസൊക്കെ. അപ്പം നമ്മൾ അവിടെ ഒരു മൂവി കാണാൻ കൂടി ഉദ്ദേശിച്ചാണ് വന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിന്നുവിൻ്റെ ഫസ്റ്റ് തിയേറ്റർ മൂവിയാണ് കേട്ടോ. മിന്നൂസ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിയേറ്ററിലൊന്നും അങ്ങനെ സിനിമയ്ക്ക് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ മിന്നൂസ് അതേ കയറാനുള്ള പരിപാടിയിലൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കാഴ്ചകളും നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പിന്നെ സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്നപ്പോൾ വിചാരിച്ച് ഇവിടെ മൂവി കാണാൻ അത്ര ആൾക്കാരൊന്നുമില്ലെന്ന്. പക്ഷേ ഭാഗത്ത് കയറിയപ്പോഴാണ് ശരിക്കും ആളുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാണാൻ വന്ന മൂവി ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമുക്കിതിൻ്റെ അകത്ത് സൗണ്ട് കാര്യങ്ങളൊന്നും കേൾപ്പിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതേ നമ്മൾ കാണാൻ പോകുന്ന മൂവിയാണ് ഹൃദയപൂർവ്വം. അങ്ങനെ മൂവിയൊക്കെ കണ്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൂവിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല. ജസ്റ്റ് ഒരു കണ്ടിരിക്കാം. ഇടയ്ക്ക് കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. അപ്പം മോഹൻലാലിൻ്റെ നമ്മൾ തുടരുമൊക്കെ മൂവി കണ്ടിട്ട് ആ ഒരു രീതിയിലാണെന്നൊക്കെ വിചാരിച്ചിട്ട് ആരും പോകണ്ട കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. 10 മണി കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ നേരെ വിട്ടത് ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ്. അവിടെ അടുത്താണ് ഇന്ത്യൻ കോഫി ഹൗസ്. അങ്ങനെ നമ്മൾ അവിടെ വന്ന് 2 ഫുൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ ഏകദേശം അവർ അടയ്ക്കാനായിട്ടൊക്കെ പോവുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.